friends, Image Mobiles and Computers പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 3 ആക്സിസ് ഗിംബൽ ആണ്. അപ്പോൾ ഈ ഗിംബൽ എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറയാം. നമ്മളെല്ലാവരും റിയൽ ലൈഫിൽ വളരെയധികം സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന വ്യക്തികളാണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് അതിന്റെ ക്യാമറ പർപ്പസിന് കൂടി വേണ്ടിയാണ്. അപ്പോൾ ക്യാമറയിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതെ, ഈ ഒരു ഷേക്കിങ്ങിന്റെ അവസ്ഥ. ഈ ഒരു ഷേക്കിംഗ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതൊരിക്കലും സ്റ്റെബിലൈസ്ഡ് അല്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോ നമുക്ക് എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കാണിക്കുന്ന iSTEADY മൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 3 ആക്സിസ് ഗിംബൽ. നമ്മുടെ നാട്ടിലെ ഓൾമോസ്റ്റ് എല്ലാ ഇമേജ് കടകളിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള ഇമേജിന്റെ ഷോറൂമിൽ ചെന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു സാധനത്തിന് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ സംഭവം നമ്മുടെ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന് മുകളിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനെ പറ്റി വായിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രൊഫഷണൽ ഫീച്ചേഴ്സ് ആണ് ഇതിൽ കാണിക്കുന്നത്. അതായത് വിഷ്വൽ ഓഡിയോ ട്രാക്കിംഗ് ഉണ്ട്, പോർട്രേറ്റ് ഓറിയന്റേഷൻ ഉണ്ട്, സൂം കൺട്രോൾ ഉണ്ട്, മോഷൻ ടൈം ലാപ്സ് ഉണ്ട്, പനോരമ ഉണ്ട്. പിന്നെ ഇതൊരു ബിൽറ്റ് ഇൻ പവർ ബാങ്ക് ആണ്. 4000 mAh വരെ ബാറ്ററി കപ്പാസിറ്റിയുള്ള ഒരു പവർ ബാങ്ക് കൂടിയാണ് ഇത്. അതുകൊണ്ട് നമുക്കിത് 2 യൂസുള്ള രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. Wow. നൈസ് സ്മെൽ. ഇതൊരു ഹാർഡ് കുഷ്യൻ കേസിങ്ങിലാണ് നമ്മുടെ ഗിംബൽ വരുന്നത്. ഓക്കെ, ഗിംബലിൻ്റെ ആദ്യം എന്താ വന്നിട്ടുള്ളത്, ഇത് കോഷൻ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആർക്ക് വേണം? ഓക്കെ, പേപ്പർ വർക്ക്. യെസ്, ഇതിൻ്റെ പേരെന്തായിരുന്നു? അത് ഇതിന്റെ പേരെന്തായിരുന്നു? സിലിക്കൺ ജെല്ലി. സിലിക്കൺ, യെസ്, മോയ്സ്ചർ കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ആക്സിസ് ഗിംബൽ. വാവ്, ഇറ്റ് ഗോട്ട് സം വെയിറ്റ്. ഇതിന് ചെറിയൊരു വെയിറ്റ് ഉണ്ട്. റബ്ബറിന്റെ ഹാൻഡിൽസ് ആണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ സ്റ്റാൻഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ആക്സിസ് ഗിംബൽ വരുന്നത്. ഇത് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന് മോട്ടർ ആക്ടിവേറ്റ് ആയിട്ട് വയ്ക്കും. ഇതിനൊരു കോഷൻ ഉണ്ട്. അതായത് സ്മാർട്ട് ഫോൺ ഇതിൽ ഫിറ്റ് ചെയ്ത ശേഷം, അതായത് ഇവിടെ ആയിട്ടാണ് നമ്മൾ സ്മാർട്ട് ഫോൺ വെക്കുക. സ്മാർട്ട് ഫോൺ വെച്ച ശേഷം മാത്രമേ ഇത് പവർ ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കിയുള്ളത് നോക്കാം. ഇതിൽ വേറെ എന്തൊക്കെയാണ്? ഓക്കെ, ഇതിൻ്റെ ഒരു USB to micro USB കേബിൾ ഉണ്ട് ഫോർ ചാർജിങ്, ആൻഡ് ഒരു ട്രൈപോഡ് സ്റ്റാൻഡും ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങളൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇത് കാര്യങ്ങൾ നോക്കിയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നമ്മുടെ ഗിംബൽ 3 ആക്സിസ് ഗിംബൽ iSTEADY മൊബൈലിൻ്റെ ഔട്ട്ഡോറിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എങ്ങനെയാണ്, ഈ 3 ആക്സിസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ യൂസ് ഉണ്ട് എന്നീ കാര്യങ്ങൾ കാണിച്ചു തരേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഫോൺ വെക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും, ഒരിക്കലും ഗിംബലിൽ ഫോൺ വെക്കാതെ ഓൺ ആക്കരുത്. കാരണം ലോഡ് കൊടുക്കാതെ നമ്മളിത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗിംബലിൻ്റെ മോട്ടറിന് കംപ്ലൈൻ്റ് ആണ്, അത് പ്രശ്നമാവും. അതുകൊണ്ട് ഒരിക്കലും എപ്പോഴും ഫോൺ വെച്ച ശേഷം മാത്രമാണ് നമ്മുടെ ഗിംബൽ ഓണാക്കാൻ പറ്റും. പക്ഷേ വെച്ച ശേഷം ഇതൊന്ന് കാലിബ്രേറ്റ് ചെയ്യണം. ഞാൻ ഒന്ന് കാലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഓണായി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഗിംബൽ. അതായത് ഈ കോഴിയുടെ കഴുത്ത് വെച്ചിട്ട് കോഴീനെയൊക്കെ ആസ്പദമാക്കുകയാണ് നമ്മുടെ ഗിംബലിൻ്റെ ടെക്നോളജി ശരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. അതിപ്പോൾ ഈ ക്യാമറയോട് വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ഏത് മൂവ്മെൻറ്റും ആ ഒരു ഗിംബലിനെ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും. അപ്പോൾ ഗിംബൽ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്യും ഏത് മൂവ്മെൻ്റ് ആണെന്നുള്ളത്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റും. മോട്ടറൈസ്ഡ് ആണ്. എനിക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് തിരിക്കുക. ഇനി ഇപ്പുറത്തെ ഭാഗത്തേക്ക് തന്നെ ഇപ്പുറം മുകളിലേക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ, ഫോണിൻ്റെ അടിയിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ഫുള്ളി നമ്മുടെ കയ്യിൽ കൺട്രോൾഡ് ആണ്. അത് നമ്മുടെ കയ്യിൽ ഇവിടെ നമുക്കൊരു കൺട്രോൾ ബട്ടൺ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുക. 3 ആക്സിസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പാൻ ആക്സും ടിൽറ്റ് ആക്സും എല്ലാ ആക്സിസും നമ്മുടെ കൺട്രോളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ നമുക്കൊരു ടെസ്റ്റ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഫോൺ വെച്ചിട്ടും നമ്മുടെ ഫോൺ ഗിംബലിൽ വെച്ചിട്ടും ഗിംബലിൽ വെക്കാതെ എടുക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ഉണ്ടാകും സ്റ്റെബിലൈസേഷനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുള്ള വീഡിയോ നമുക്ക് കാണിച്ചു തരാം.
അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഗിംബലിൻ്റെ യൂസസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കണം. കാരണം ഈ ഒരു ഗിംബൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോഗ്രാഫി എത്ര അധികം ഡെവലപ്പ് ആവണം, അതായത് നമ്മുടെ വീഡിയോഗ്രാഫിൻ്റെ സ്റ്റെബിലൈസേഷൻ എത്ര നന്നായി കൂടുന്നു. അതുപോലെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോയിൽ വരുന്ന സിനിമാറ്റോഗ്രാഫി ഫീലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 ആക്സിസ് ഗിംബൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമാറ്റോഗ്രാഫേഴ്സ് യൂസ് ചെയ്യുന്നത് വലിയ ക്രെയിനും കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മുടെ ഇപ്പോൾ വിരൽത്തുമ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു iSTEADY മൊബൈൽ ഗിംബൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് നമ്മുടെ 10 ഷോറൂമുകളിലും ഇമേജിൻ്റെ iSTEADY മൊബൈലിൻ്റെ ഗിംബൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു ഗിംബൽ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഷോറൂം സന്ദർശിച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു 4000 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയാണ്. നിങ്ങൾക്ക് ഇത് പവർ ബാങ്ക് ആയിട്ട് കൂടി യൂസ് ചെയ്യാം. പിന്നെ ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് 12 മണിക്കൂർ വരെ നമുക്ക് ഈ ഗിംബൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ഗിംബലിനും നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ബാറ്ററി പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ ഈ ഗിംബൽ വളരെ നല്ല പ്രൊഡക്റ്റായിട്ട് തന്നെ ഞാൻ പറയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വാങ്ങാൻ ആഗ്രഹമുള്ള എല്ലാവരും, അല്ലെങ്കിൽ വാങ്ങാൻ താല്പര്യം തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.